നമസ്കാരം. ഞാനിന്ന് 2 സിനിമകൾ കണ്ടു. അപ്പോൾ ആ സിനിമകളുടെ എക്സ്പീരിയൻസ് പറയാൻ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇവിടെ ജോലി കിട്ടി. അപ്പോൾ അവൻ്റെ ഒപ്പം വന്നതാണ്. ഇന്നലെ എത്തി. അവൻ ഇന്ന് ജോലിക്ക് പോയി. അപ്പോൾ ഇന്നലെ ഞാൻ അമ്മയുടെ ആങ്ങളയുടെ വീടുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് സ്റ്റേ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് അതായത് അത് കുറച്ച് ദൂരെയാണ്. അപ്പോൾ തിരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അതായത് ഇവിടെ സ്ഥലങ്ങളുടെ പേരൊന്നും എനിക്ക് കറക്റ്റ് വരില്ല, അതുകൊണ്ട് ഏകദേശം മനസ്സിലാക്കുക. കുറച്ച് ദൂരമായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വന്നു. കാരണം എൻ്റെ വേറൊരു ഫ്രണ്ടിനെ കാണണമെന്നുണ്ടായി. എൻ്റെ ഒപ്പം കോളേജിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിനെ കണ്ടു. പിന്നെ പുള്ളിക്കാരിക്കും ജോലിക്ക് പോകുന്നതിന്. സോ അവൾ ജോലിക്ക് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ബേസിക്കലി ഞാൻ ഫ്രീ ആണ്. നോക്കിയപ്പോൾ സിനിമ കാണണമെന്നുണ്ടായി. കാരണം ഇന്നലെ റിലീസ് ചെയ്ത സിനിമ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നങ്ങനെ കാണാമെന്ന് വെച്ചു. എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ജിതിൻലാൽ സംവിധാനം ചെയ്ത ARM അജയൻ്റെ 2ാം മോഷണമായിരുന്നു. അത് കണ്ടു. അത് ഞാൻ നോക്കിയപ്പോൾ 12 മണിക്ക് ഷോ ഉണ്ട്. ഞാനപ്പോൾ അവിടെ നിന്ന് ക്യാബ് എടുത്തു, ഇങ്ങോട്ടേക്ക് വന്നു. PVR മെഗാ സിറ്റി മോളിൽ കയറി സിനിമ കണ്ടു. എനിക്കിഷ്ടമായി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഏറ്റവും മിസ് ചെയ്തത് നാട്ടിലെ ആ ഒരു സിനിമ കാണലുമാണ്. കാരണം ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല എനർജറ്റിക് ആയിട്ട് കാണേണ്ട സിനിമയായിരുന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് തിയേറ്ററിലും ആൾ കുറവായിരുന്നു, മലയാളികളായിരുന്നു, പക്ഷെ ആൾ കുറവായിരുന്നു. പിന്നെ ഞാൻ മാത്രമേ കയ്യടിച്ചുള്ളൂ തോന്നുന്നു. എന്നാലും മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് എന്ന സിനിമയാണ്. ആക്ഷൻ സീക്വൻസസ് പ്രത്യേകം പറയുകയാണെങ്കിൽ ടോവിനോ 3 ക്യാരക്ടേഴ്സാണ്, അജയൻ, മണിയൻ, കേലു. അതിൽ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ തകർത്തിട്ടുണ്ട്. വെറുതെ ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ സിനിമ ഓണാണ്. നിങ്ങൾ പോയി കാണുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, മിസ്സാക്കണ്ട. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ പറയാനുണ്ടാവും. ബട്ട് നല്ലൊരു എഫേർട്ടോടുകൂടി ചെയ്തേക്കുന്ന സിനിമയാണ്. ഡെഫിനറ്റ്ലി എ ഗുഡ് വാച്ച്. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ പിന്നെയും സമയമുണ്ട്. നോക്കിയപ്പോൾ 4:10 വേറൊരു മോളിൽ കിഷ്കിന്ധ കാണ്ഡം സിനിമയുണ്ട്. അതപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ നടക്കാനുണ്ട്. ഞാൻ 3 മണി കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഞാൻ പിന്നെ 1/2 മണിക്കൂർ നടന്ന് ഇവിടെ എത്തി. ആ സിനിമയ്ക്കും കയറി കഴിഞ്ഞു. പ്യുവർ സ്ക്രിപ്റ്റ്, നല്ല ഫൈന സ്ക്രിപ്റ്റാണ് സിനിമയുടെ. അതായത് എനിക്കിങ്ങനത്തെ സിനിമകൾ ബേസിക്കലി ഇഷ്ടമാണ്. നല്ല സ്റ്റാക്ക് ചെയ്ത് വെച്ച പോലെ രീതി, ഒരു നല്ല റിയലിസ്റ്റിക്കായ മേക്കിങ്ങും അതൊക്കെ. ആക്ടേഴ്സൊക്കെ വെറുതെ സെറ്റാണ്. എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടേഴ്സ് തന്നെയാണ് അവരെന്ന ഫീലിൽ തന്നെ നമുക്കത് കിട്ടും. ദിൻജിത്ത് അയ്യത്തനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നല്ല കലക്കൻ ഡയറക്ഷൻ, സ്ക്രിപ്റ്റാണ് മെയിൻ. അതും ചില കാര്യങ്ങളൊക്കെ അവരിവരെയൊക്കെ നമുക്ക് കാണിച്ചു തന്ന് അങ്ങനെ പോകുന്ന രീതി ഉണ്ടല്ലോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഞാനിങ്ങനെ സെറ്റ് എന്ന ഒരു മൈൻഡായിരുന്നു. കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസ് പറയാനിരുന്നതാണ്. ഇത് പറയാനിരുന്നിട്ട് ഏകദേശം എൻ്റെ ഒരു 6ാമത്തെ അറ്റംപ്റ്റാണിത്. ആദ്യത്തെ അറ്റംപ്റ്റ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. 2ാമത്തെ അറ്റംപ്റ്റ് അതും ഇഷ്ടപ്പെട്ടില്ല. 3ാമത്തെ അറ്റംപ്റ്റ് ആയപ്പോൾ നമ്മുടെ ദിൻജിത്ത് അയ്യത്തൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോയി തിരിച്ച് വന്നപ്പോഴേക്കും പിന്നെയും ഷൂട്ട് ചെയ്ത് പിന്നെയും മറന്നുപോയി. പിന്നെ നോക്കിയപ്പോഴേക്കും ഞാൻ അത്ര നേരം ഷൂട്ട് ചെയ്തത് പിന്നത്തെ ഷോട്ടിൽ ഫ്രണ്ട് ക്യാമറ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. അത് ഞാൻ തിരിച്ചു വെച്ച് ഷൂട്ട് ചെയ്തു. ബട്ട് ഫ്രണ്ട് ക്യാമറ മാറ്റാൻ മറന്നുപോയതുകൊണ്ട് ഈ കസേരകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ ചെയ്തു. പിന്നെ ചെയ്തപ്പോഴേക്കും ഒരു ചേച്ചി വന്ന് ബാക്കിലിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്തപ്പോഴേക്കും എൻ്റെ ഫേസ് അത്ര കറക്റ്റായിട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാനിത് ചെയ്യുക. നേരത്തെ ഞാൻ ഫൈനലാണെന്ന് പറഞ്ഞാൽ ചെയ്തത്, പക്ഷേ ഇതെന്തായാലും ഫൈനലാണ്. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഞാനിത് അപ്ലോഡ് ചെയ്യില്ല എന്നുള്ളതിലാണ്. അപ്പോൾ അതായിരുന്നു. അപ്പോൾ ഇന്ന് അതായത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടം പറഞ്ഞ കാര്യമൊന്നും പോലും എനിക്ക് ഓർമ്മയില്ല, എന്നാലും പറയുക. അതായത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം ഏകാന്തതയും സിനിമയാണ്. അപ്പോൾ ഞാനിന്ന് സിനിമ ചൂസ് ചെയ്ത് അങ്ങനെ 2 സിനിമ കണ്ടു. ഒരെണ്ണം ഒരു ഫോക്ക് ടെയിൽ ഫാൻറ്റസി ആ ഒരു ടൈപ്പ് സിനിമയും, മറ്റേതൊന്ന് മിസ്റ്ററി ത്രില്ലർ സിനിമയും. അത് രണ്ടും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. മറ്റേത് ഫോക്ക് ടെയിൽ ഫാൻറ്റസിയും അതിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ 2 സിനിമകളും ഡിസേർവ്സ് എ ഗ്രേറ്റ് വിൻ ഇൻ തിയേറ്റേഴ്സിൽ നല്ലപോലെ ഒരു റൺ ഡിസേർവ് ചെയ്യുന്ന സിനിമകളാണ്. സോ പോയി കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണാം. നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനായില്ല, നല്ലപോലെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ തിരിച്ച് ക്രിസ്സാണ് ജോലിക്ക് വന്നേക്കുന്നത് ഇവിടെ. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലണം. കുറച്ച് ദൂരമുണ്ട്. ഇനിയിപ്പോൾ അത് ചെന്ന് പിന്നെ വേണം അമ്മയുടെ അനിയൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. സോ അതാണ് എൻ്റെ സിനിമ എക്സ്പീരിയൻസ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി
ഇന്ന് ഞാൻ ഇപ്പോൾ ഏറ്റവും മിസ് ചെയ്തത് എൻ്റെ സിനിമ കമ്പനിയാണ്. അതുപോലെ റിവ്യൂ പറയാനായാലും ആൻ്റപ്പനും ഗോകുലും അവരും ഇന്ന് ഉണ്ടായില്ല. എന്തായാലും അടുത്ത സിനിമയ്ക്ക് എല്ലാവരും പവറായിട്ട് വരും എന്ന വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.